ഇന്നലെ തിരുവനന്തപുരത്തെ വർക്കലയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 3 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കരിപ്പുറം സ്വദേശികളായ ആനന്ദബോസ്, ആദിത്യൻ, വർക്കല സ്വദേശി ജിഷ്ണു എന്നിവരാണ് മരിച്ചത്. സലീം മാലിക് വിവരങ്ങൾ നൽകും. സലീം, ഗുഡ് മോർണിംഗ്. സലീം, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SKN തിരുവോണപ്പിറ്റേന്ന് പ്രഭാതത്തിൽ നമുക്കത്ര സുഖകരമായ വാർത്തയല്ല നൽകാൻ കഴിയുന്നത്. കാരണം വളരെ ചെറുപ്പക്കാരായ 3 പേരുടെ മരണവാർത്തയാണ് അറിയിക്കാനുള്ളത്. 2 പേർ മരിച്ചവർ 18 വയസ്സുകാരും ഒരാൾ 20കാരനുമാണ്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയായിരുന്നു 2 ബൈക്കുകൾ കൂട്ടിയിടിച്ച് വർക്കല കുരക്കണ്ണിയിൽ വെച്ച് ഈ അപകടം നടന്നത്. അതിനുശേഷം അപ്പോൾ തന്നെ ആ 3 പേരും ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. പക്ഷേ അവരെ തിരിച്ചറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ 2 പേർ ഇടവ കരിപ്പുറം സ്വദേശികളാണ്. ആനന്ദബോസ് എന്ന് വിളിക്കുന്ന അച്ചു 18 വയസ്സാണ്. ഒപ്പം തന്നെ ആദിത്യനും 18 വയസ്സാണ്. മാത്രമല്ല വർക്കല പുന്നമൂട് സ്വദേശിയായ ജിഷ്ണു 20 വയസ്സ്. ഈ 3 പേരാണ് ഈ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചത്. അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ മറ്റു നടപടികൾക്കായി കൊണ്ടുപോയിട്ടുണ്ട്. മാത്രമല്ല ഗുരുതരമായി പരിക്കേറ്റ 2 പേർ, അത് ഇടവ തോട്ടുമുഖം സ്വദേശി സനോജും 19കാരനാണ്. വർക്കല ജനാർദ്ദന സ്വദേശി വിഷ്ണുവും 19കാരനാണ്. അങ്ങനെ 2 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. അങ്ങനെ 5 പേർക്ക് വലിയ നിലയിൽ പരിക്കേൽക്കുന്നു. അതിൽ 3 പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അപകടം ഇന്നലെ അർദ്ധരാത്രിയാണ് വർക്കല കുരക്കണ്ണിയിൽ ഉണ്ടായത്. മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഇന്നലെ തിരുവോണ ദിവസം വൈകുന്നേരം ഈ ഓണാഘോഷങ്ങൾക്കിടയിൽ ഈ 3 മരണത്തിനൊപ്പം തന്നെ മറ്റൊരു മരണം കൂടി ഉണ്ടായിരുന്നു. അത് മംഗലപുരത്താണ്. തിരുവനന്തപുരം മംഗലപുരത്ത് 43 വയസ്സുള്ള സുജു എന്നയാളാണ് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ അമിത വേഗതയിലെത്തിയ വാഹനം ഇടിച്ച് മരിച്ചത്. അങ്ങനെ 4 മരണങ്ങളാണ് ഇന്നലെ മാത്രം തിരുവനന്തപുരത്ത് നിന്ന് ഉണ്ടായത്. SKN